വീണ ടി ഇപ്പോൾ അവരൊരു കറുത്ത കാറിലാണ് ഇവിടേക്ക് വന്ന് ഇറങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ CISFന്റെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി. നമസ്കാരം. ഒടുവിൽ ഏനും പൂവത്താളും എന്ന അവസ്ഥയിലെത്തിയ കാര്യങ്ങൾ. ഇന്ന് രാവിലെ 11 മണിക്ക് കൊച്ചിയിലെ ED ഓഫീസിന് മുമ്പിൽ ഒരു കാഴ്ച കണ്ടു. മുഹമ്മദ് റിയാസ് ഭാര്യയെ കൊണ്ടുവന്ന് EDക്ക് മുമ്പിൽ തട്ടിയ ശേഷം കടന്നു കളഞ്ഞു. ഇഷ്ടിക സംഘങ്ങൾ കാത്തുനിന്നില്ല. മൂടുനിരങ്ങി സഖാക്കൾ റോഡ് ഉപരോധിച്ചില്ല. കല്ലും കട്ടയുമായി ആരും ഓടിയെത്തിയതുമില്ല. മുട്ടയെറിയാനും ആരുമുണ്ടായില്ല. വീണയ്ക്ക് അവസാന അഭയം റിയാസ് മാത്രം. റിയാസ് ഓടിച്ചു കൊണ്ടുവന്ന ഒരു ആഡംബര കാറിൽ വീണ തായ്ക്കണ്ടി മാത്രം. രാവിലെ മുതൽ തമ്പടിച്ച് കാത്തുകിടന്ന വലിയ മാധ്യമ സംഘത്തിന് മുമ്പിലേക്ക് ആ കറുത്ത കാർ വന്നു നിന്നു. അതിൽ നിന്നും കറുത്ത മാസ്ക് കൊണ്ട് മുഖം മറച്ച് വീണ ഇറങ്ങി. മാധ്യമപ്പടയ്ക്ക് മുന്നിലൂടെ പോലീസ് EDയുടെ ഗേറ്റ് കടത്തി അകത്തേക്ക് വിട്ടു. വർദ്ധിച്ച നെഞ്ചിടിപ്പോടെ വീണയതാ അകത്തേക്ക് കയറിപ്പോകുന്നു. ആരുമില്ല കൂട്ടിന്. പുറത്ത് കാവൽ നിൽക്കാൻ DYFIക്കാരോ CPMകാരോ ഇല്ലാത്തതിൻ്റെ ദുഃഖം. അകത്ത് കിടന്ന് ഒന്ന് വിളിച്ചു കൂവിയാൽ പോലും ആരും തിരിഞ്ഞു നോക്കാനില്ല. ഭാര്യ ഇറക്കിവിട്ട ശേഷം അവർ വരുന്നതുവരെ ഞാനിവിടെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗേറ്റിന് മുമ്പിൽ റിയാസ് കുത്തിയിരിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. എടാ ED ഇറങ്ങി വാടാ എന്ന് ഗേറ്റിന് പുറത്തു നിന്ന് വിളിക്കാൻ DYFI നേതാവായ വസീഫും ഉണ്ടായില്ല. ഒടുവിൽ എല്ലാവരും കൈവിട്ട അവസ്ഥയാണിപ്പോൾ വീണ തായ്ക്കണ്ടിക്ക്. ഉച്ചയ്ക്ക് 3 മണിയായപ്പോൾ വാർത്തയിൽ കേട്ടത് വീണ തായ്ക്കണ്ടി ചോദ്യാവലികൾ പൂരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഏതാണ്ട് 10,000 ചോദ്യങ്ങളുണ്ടാകും എന്ന് കേൾക്കുന്നു. എല്ലാം പൂരിപ്പിച്ച് തീരുകയാണെങ്കിൽ 5 മണിയോടുകൂടി പുറത്ത് വിടും, അല്ലെങ്കിൽ രാത്രി 8 കഴിയും. ED സംഘം ഭാര്യയെ വിട്ടയക്കുന്നത് വരെ റിയാസ് ഏതോ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണോ? ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ നിന്നും ഇന്ന് പിണറായി പുറത്തിറങ്ങിയിട്ടില്ല. മകളെ വിട്ടയക്കുമോ അറസ്റ്റ് ചെയ്യുമോ എന്ന ഭീതിയിലാണവർ. വീണയെ എന്തായാലും ഇന്ന് തന്നെ വിട്ടയക്കാനാണ് സാധ്യത. അപ്പോഴും ED സംഘത്തെ കല്ലെറിഞ്ഞ കേസിലെ 10-30 പ്രതികൾ അകത്ത് കിടക്കുകയാണ് ഇപ്പോഴും. മുട്ടയെറിഞ്ഞവരെയും കട്ടയെറിഞ്ഞവരെയും ഒക്കെ ബേക്കറി ജംഗ്ഷനിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. അവരുടെയൊക്കെ ആ പഴയ ചൂടും ആരവങ്ങളുമൊന്നും ഇപ്പോഴില്ല. മുട്ടയെറിഞ്ഞവൻ്റെ കാര്യമാണ് അതിലും കഷ്ടം. 10 മുട്ട വാങ്ങിയത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നെങ്കിൽ പിള്ളേര് പൊരിച്ചു തിന്നുമായിരുന്നു. അവനെറിഞ്ഞ മുട്ടയുടെയൊക്കെ സ്വാദ് നോക്കാനുള്ള ഭാഗ്യം ED സംഘം വന്ന കാറിനായിരുന്നു. ഭാര്യ വീണയുടെ മാസപ്പടി കേസിനെ പറ്റി എന്തെങ്കിലും റിയാസിനോട് ചോദിച്ചാലുടൻ ഒന്നുകിൽ ഓണാശംസകൾ നേരുമായിരുന്നു, അല്ലെങ്കിൽ ദേശീയ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി നേതൃത്വവും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമായിരുന്നു. താങ്കളുടെ ഭാര്യ മാസപ്പടി വാങ്ങിയത് എന്തിനാണ് ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും മറുപടി പറയുന്നത്? പിന്നെയാണ് അതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായത്. അമ്മയുടെ പെൻഷൻ പണം കൊണ്ട് ബാംഗ്ലൂരിൽ പോയി കള്ളക്കമ്പനി തുടങ്ങിയത് AKG സെൻറ്ററിൻ്റെ വിലാസത്തിലാണല്ലോ. ആ വിലാസത്തിൽ നടത്തുന്ന എന്തിനും പാർട്ടി തന്നെ മറുപടി പറയേണ്ടി വരും. ഇന്ന് ഉച്ചയോടെ പ്രത്യക്ഷപ്പെട്ട മുഹമ്മദ് റിയാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് ഭാര്യയെ കൊണ്ട് ED ഓഫീസിന് മുമ്പിൽ തട്ടിയിട്ട് എങ്ങോട്ടാണ് റീൽസ് മരുമകൻ പോയത് എന്ന് മനസ്സിലായത്. കൊച്ചിയിൽ നിന്നും അധികം അകലെയല്ലാത്ത അന്തരിച്ച നടൻ സലിം കുമാറിൻ്റെ വീട്ടിലേക്കാണ് റിയാസ് പോയത്. അവിടെ എത്തി കുടുംബാംഗങ്ങളെ അദ്ദേഹം സന്ദർശിക്കുന്നതിൻ്റെ ചിത്രവും പോസ്റ്റ് ചെയ്തു. പിണറായി വിജയൻ കഫിയ അണിഞ്ഞ് മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുമ്പോൾ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം സന്ദർശിക്കാൻ കമലേട്ടത്തിയും വീണയും കൂടി പോയതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഭാര്യ EDക്ക് കൊടുത്തിട്ട് റിയാസ് സലിംകുമാറിൻ്റെ വീട്ടിലേക്ക് പോയതിൽ വലിയ തെറ്റൊന്നുമില്ല. ഇടനെഞ്ചു വിങ്ങുമ്പോഴും മറ്റൊരാളെ ആശ്വസിപ്പിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് മനസ്സ് നമ്മൾ കാണാതെ പോകരുതേ. എന്നാലും റിയാസെ, നിങ്ങളുടെ അമ്മായിയപ്പൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് എത്രയോ പേർ ഈ കേരള നാട് ഭരിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരായി. അവരുടെ ആരുടെയെങ്കിലും മക്കളെ ഇതുപോലെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെറുതെ ഇരിക്കുന്ന തള്ളയ്ക്ക് കാൽപ്പണത്തിൻ്റെ താലി പോരെ എന്നൊരു ചൊല്ല് പോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന മകൾക്കും അവരുടെ കമ്പനിക്കും കൂടി 1 മാസം 8 ലക്ഷം രൂപയുടെ മാസപ്പടി പിടുങ്ങാൻ അവസരമുണ്ടാക്കി കൊടുത്ത പിണറായി വിജയൻ തന്നെയല്ലേ ഇതിലെ യഥാർത്ഥ പ്രതിയും? ഈ വിജയനാണ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ എവിടെയൊക്കെയോ ചെന്ന് കസർത്തിയത് ഇല്ലായ്മയറിഞ്ഞ് ജീവിക്കാൻ തലമുറകൾ പഠിക്കണമെന്ന്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം പോലും. എന്നിട്ടാണല്ലോ താൻ ഒറോട്ടി നിന്ന് വളർന്ന ബാല്യത്തെപ്പറ്റിയൊക്കെ അവിടെ പറഞ്ഞത്. പിണറായി ഇല്ലായ്മ അനുസരിച്ചാണോ ജീവിക്കാൻ പഠിച്ചത്? സാഹചര്യങ്ങൾക്കനുസരിച്ചാണോ താങ്കൾ ജീവിച്ചത് ഇക്കാലം അത്രയും? അങ്ങനെ തന്നെയല്ലേ താങ്കൾ മക്കളെയും വളർത്തിയത്? ഇങ്ങനെ കോടികൾ അച്ഛൻ്റെ അധികാരത്തിൻ്റെ തണലിൽ അവിഹിതമായി കൈപ്പറ്റിയ മകളെ സംരക്ഷിക്കാനാണല്ലോ ഒരു പാർട്ടി ഒന്നടങ്കം ഇറങ്ങിത്തിരിച്ചത്. പാർട്ടിയുടെ വലിയ നേതാവായ MA ബേബി സഖാവ് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഈ ഭൂമിയിലുള്ളതെല്ലാം എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്നാണ്. സ്വകാര്യ സ്വത്തിനോടുള്ള ഭ്രമമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അശ്ലീലമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ വിശേഷപ്പെട്ട വാഗ്ധോരണികളൊക്കെ എന്തുകൊണ്ടാണ്
ഈ സഖാക്കളുടെ മക്കൾക്ക് കൂടി പറഞ്ഞു കൊടുക്കാതിരുന്നത്? രണ്ടാമത്തെ സമൻസിനോട് വീണ പ്രതികരിച്ചു എന്നൊക്കെയാണ് ഇന്ന് ചാനലുകാരന്മാർ തട്ടിമൂളിച്ചത്. മരുന്നിനോട് രോഗി പ്രതികരിച്ചു തുടങ്ങിയെന്ന് പറയും പോലെ ആയിപ്പോയി ഇത്. കള്ളത്തടിക്കാരൻ്റെ ചാനൽ സകല റിപ്പോർട്ടർമാരെയും അങ്ങ് നിരത്തി നിർത്തിയിരിക്കുകയാണ്. അപ്പോഴുള്ള വാർത്തകൾ ഞങ്ങൾ തരുമത്രേ. ഇത് കേട്ടാൽ തോന്നും അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ ഇവർക്ക് അകത്താളുണ്ടെന്ന്. എല്ലാ മാധ്യമപ്രവർത്തകരും നിൽക്കും പോലെ പുറത്ത് വായി നോക്കി നിന്നിട്ടാണ് ഈ തട്ടിമൂളിക്കൽ. ഓരോ ചോദ്യാവലിക്കും എന്ത് ഉത്തരമാണ് വീണ എഴുതിയത് എന്ന് കൂടി അങ്ങ് പറയിടൂ. മകൾ തിരിച്ചു ചെല്ലുന്നതെന്ന് നോക്കി അച്ഛനും അമ്മയും കാത്തിരിക്കുകയാണ്. അവരൊരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അച്ഛൻ്റെയും അമ്മയുടെയും പെൻഷൻ കാശിൽ നിന്നും ഓരോഹരിയും വാങ്ങി, ഭർത്താവിൻ്റെ കയ്യിൽ നിന്നുള്ള മാസപ്പടിച്ചെലവ് കാശും വാങ്ങി, മകനെയും വളർത്തി ഭർത്താവിനെയും പരിപാലിച്ച് മാർക്സിയൻ ദർശനങ്ങൾ മുറുകെ പിടിച്ച് അന്തസ്സായി ജീവിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടാകുമായിരുന്നോ വീണാട്ടി? 11 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ വൈകിട്ട് 5 മണി വരെയും തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ വൈകിട്ടത്തെ അത്താഴവ് നൽകിയായിരിക്കും ED സംഘം വിട്ടയക്കുക.